പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ഞാൻ ഇതുവരെ ഇടാത്തൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കുക്കറിന് ചെറിയൊരു പ്രശ്നമാണ്, അതുകൊണ്ട് വേവിക്കാൻ ഇത്തിരി സമയം എടുത്തു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ നോക്കാം അല്ലേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിന്ന് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാ നമ്മളെ ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഉരുളി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ്, പക്ഷേ നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇതാ വെളുത്ത സവാളയാണ്. ഇതുപോലത്തെ സവാള നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്, എനിക്ക് മറന്നുപോയി. ഇതൊക്കെ ഉണ്ടാവും, വെളുത്ത സവാളയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഈ വെളുത്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ മട്ടൻ കഴിക്കാറില്ല കേട്ടോ. എനിക്ക് ഈ മട്ടന്റെ സ്മെല്ല് പിടിക്കില്ല. ബാക്കിയെല്ലാം ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് മട്ടൻ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ അല്ലേ. ഞാനാണെങ്കിൽ ഫുള്ള് വയറ് നിറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ തന്നെ ടീ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് പൂരി, പിന്നെ എന്തൊക്കെയോ അവർ ഹിന്ദിക്കാരായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് ഞാനിപ്പോ വന്നതാണ്. അപ്പൊ ഉച്ചക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇന്നത്തെ ഫുള്ളായി, എല്ലാരും കഴിച്ചു. ഞാനും മിന്നൂട്ടിയും പൂജയും ഒക്കെ കഴിച്ചു കേട്ടോ. ലേഡീസിന് മാത്രമേ ഇല്ലൂ. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇത് ഇട്ട് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാ മട്ടൻ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്താണ്. കാരണം കുറച്ച് വേവുള്ള സാധനമാണ്, കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, നല്ല പീസാണ് കേട്ടോ. എല്ലാം അധികമൊന്നും ഇല്ല, നല്ല മട്ടനാണ് കേട്ടോ കിട്ടിയത്. പാക്കറ്റ് മട്ടനാണ് വാങ്ങിച്ചത്, അതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലൊന്നും ഇല്ലാതെ. എല്ല് കുറച്ചേ ഉള്ളൂ, ഒരുപാടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വലിയ പ്രയാസമില്ല. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മട്ടൻ ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത കേട്ടോ.
മസാലയിലും തക്കാളിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 2 മുളകും കൂടി മിക്സ് ആക്കിയതാട്ടോ. കാശ്മീരി മുളകും എരിവില്ല മുളകും കൂടിയിട്ട് മിക്സ് ആക്കി എടുത്തതാണ്. അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ മട്ടൻ വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ മട്ടൻ കറി വെക്കുന്നത് ഞങ്ങളെ നാട്ടില് കാസർഗോഡ് വെക്കുന്ന ഒരു സ്റ്റൈലാണ് വെക്കുന്നത്. നമ്മള് ചിക്കൻ കറിയൊക്കെ കാസർഗോഡ് വെക്കുന്നില്ലേ, അതുമാതിരിയാണ് നമ്മൾ മട്ടൻ കറി വെക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ഇതിനിപ്പോ ആവശ്യത്തിനുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ ആറി വരുന്നുണ്ട് കേട്ടോ. അപ്പത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയെടുക്കാം. ഇവിടെ കറണ്ട് പോയിട്ടോ, അതാണ് ഇപ്പൊ ലൈറ്റ് കുറച്ച് ഡിമ്മായി പോയത്. ഇതിപ്പോ മട്ടന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കൂടി മുറിച്ചിട്ടു. അതിന് കുറച്ച് എരിവ് കൂടുതലായി പോയി കേട്ടോ. അതുകൊണ്ട് ഒരു തക്കാളി മുറിച്ചിട്ടാൽ നമുക്ക് എരിവ് കുറച്ച് കുറക്കാന്ന് വിചാരിച്ച് ഞാൻ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. ഇപ്പൊ നന്നായിട്ട് നമ്മളെ മട്ടൻ വെന്തു. നന്നായിട്ടൊരു വെള്ളമൊക്കെ ആറി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് തേങ്ങ ചെരുവിത് ഇട്ട് കൊടുക്കാം കേട്ടോ. കാസർഗോഡ് ആർക്കും തേങ്ങ ഇല്ലാത്ത പരിപാടി ഇല്ല. അതുകൊണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ലാസ്റ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടോ. ഇനി പിറ്റേക്ക് കൊത്തമല്ലി വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ കറിക്ക് കുറച്ച് എരിവ് കൂടുതലായി പോയി. അപ്പൊ ഇനി കുരുമുളക് ചേർത്താല് നല്ലോണം എരിവാവും. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർക്കാത്തത്. കുരുമുളക് പൊടിച്ചതും മല്ലി പൊടിച്ചതും ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പൊ മല്ലി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, കറിക്ക് നല്ലൊരു മണമായിരിക്കും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടില് ചിക്കൻ സുക്ക പോലെയാണ് ഞാൻ ഇന്ന് മട്ടൻ ഉണ്ടാക്കിയത്. അപ്പൊ മട്ടൻ സുക്ക എന്നൊക്കെ പറയാം കേട്ടോ. മട്ടൻ സുക്കയാണിത്. നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മട്ടൻ സുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.